പൂരത്തിൻ്റെ മേളത്തിന് ഒരു ഘടനയുണ്ട്. എല്ലാ പൂരങ്ങളും പാണ്ടിമേളം തുടങ്ങുന്നതിന് മുമ്പ് ചെമ്പടമേളം കൊട്ടി, ചെമ്പടമേളം കണിമംഗലം ശാസ്താവും മണികണ്ഠനാലിന് വന്നാൽ ചെമ്പടമേളം തുടങ്ങി തെക്കേ ഗോപുരം കടന്ന് വടക്കുനാഥൻ്റെ പടിഞ്ഞാറ് നടയിലെത്തിയാൽ എലിഞ്ഞത്തറയുടെ സമീപം വന്ന് ചെമ്പടമേളം കലാശിച്ചു. പാണ്ടിമേളം ആരംഭിച്ചു. പാണ്ടിമേളം ആരംഭിച്ച് ശ്രീമൂലസ്ഥാനത്തേക്ക് പടിഞ്ഞാറ് ഗോപുരം പുറത്ത് കടന്നു നിൽക്കുന്ന ഇതിപ്പോൾ പാണ്ടിമേളം കുറച്ച് ദ്രുതഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. വിളംബകാലത്തിൽ നിന്ന് തുറന്നു പിടിച്ച കാലം ഇപ്പം ഇത് ആദ്യം തുടങ്ങിയ താളത്തിൽ നിന്നും ദ്രുതഗതിയിലേക്ക് തുറന്നു പിടിച്ചു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായി ഉയരുകയാണ് ഇത് തുറന്നു പിടിച്ച കാലം. അത് കഴിഞ്ഞാൽ തകർത്ത, അത് കഴിഞ്ഞാൽ മുട്ടുമക്കെത്തിക്കാലം, അത് കഴിഞ്ഞാൽ കുഴമറിഞ്ഞ കാലത്തോടെ ഇവർ ഈ മേളവും എലിഞ്ഞിത്തറ മേളവും ഒന്ന് തന്നെയാണ്. ഈ ശാസ്താവിന് കൊട്ടുന്ന പാണ്ടിമേളം ഇത്, ഭഗവതിക്ക് കൊട്ടുന്ന പാണ്ടിമേളം എലിഞ്ഞിത്തറ മേളം എലിഞ്ഞിത്തറയിൽ നടക്കുന്നതുകൊണ്ട് എലിഞ്ഞിത്തറ മേളം എന്ന് പറയുന്നു. പാണ്ടിമേളത്തിന് ഒരു അധിപനുണ്ടെങ്കിൽ അതിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്.